ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമയുണ്ട്. അതിലൊരു സീനുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അടുക്കള സിങ്കിലെ അഴുക്കുവെള്ളം ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും മുഖത്തേക്കൊഴിക്കുന്ന ഭാര്യ. ഇനി അതിനും 31 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന മറ്റൊരു സിനിമയുണ്ട്. സത്യനും ശ്രീനിയും ഒന്നിച്ച തലയണ മന്ത്രം. അതിലുമുണ്ട് ഓർമ്മിക്കപ്പെടേണ്ട ഒരു സീൻ. ആഡംബര ജീവിതത്തോടുള്ള തന്റെ ഭ്രമം ഒടുവിൽ ഭർത്താവിനെ ജയിലിലും തന്റെ കുടുംബത്തെ പെരുവഴിയിലുമാക്കുന്നത് കണ്ട് ആകെ തളർന്ന് നിസ്സഹായയായി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഭാര്യ. ഈ രണ്ട് സിനിമയും ഒന്നിച്ച് കണ്ടാൽ ദാമ്പത്യ പ്രശ്നങ്ങളുടെ ഒരു CT സ്കാൻ നമുക്ക് കിട്ടും. പിന്നെ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കേണ്ട പണിയേ ഉള്ളൂ. സത്യത്തിൽ അതുതന്നെയാണ് പണിയും പ്രശ്നവും. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രസ്ഥാനമാണ് കുടുംബം. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഭൂമിയിലെ ആദ്യത്തെ യൂണിറ്റ്. എന്നിട്ട് പോലും വലിയ പരിക്കുകളില്ലാതെ ഈ സംരംഭം ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെ ഒരു ലോകാത്ഭുതമാണ്. അങ്ങനെയുള്ള കുടുംബത്തിന്റെ കാവൽക്കാരും ഉടമകളുമാണ് ഭാര്യ ഭർത്താക്കന്മാർ. ആദി മാതാപിതാക്കളായ ആദമിന്റെയും ഹൗവയുടെയും പിൻഗാമികൾ. അപ്പോൾ അവർ തമ്മിലുള്ള പിണക്കം കുടുംബത്തിനു മാത്രമല്ല സമൂഹത്തിന് തന്നെയും അപകടമാകുന്നു. മധുര മനോഹര പദങ്ങൾ കൊണ്ടാണ് മതങ്ങൾ ദാമ്പത്യത്തെ നിർവചിക്കുന്നത്. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാകുന്നു എന്ന് ഖുർആൻ അരുളുമ്പോൾ നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടുക എന്ന് ബൈബിൾ പറയുന്നു. വേദങ്ങളാവട്ടെ ദേഹവും ദേഹിയും പോലെ എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? പുസ്തകത്തിലെ പശു പാല് തരില്ലല്ലോ. പിണക്കമൊഴിഞ്ഞിട്ട് നേരമുണ്ടോ രണ്ടാൾക്കും? ഇനി പിണങ്ങിയാൽ തന്നെ ഇണങ്ങാനും വേണ്ടേ നേരവും കാലവും? ഇതൊക്കെ കൊണ്ടായിരിക്കുമോ ദമ്പതികൾ തമ്മിലുള്ള പിണക്കത്തിന് സൗന്ദര്യ പിണക്കം എന്ന പേര് വന്നത്? കാറ്റിന് വീശാനും കടലിൽ തിരയടിക്കാനും വല്ല കാരണവും വേണോ? അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ പിണക്കവും കാലാവസ്ഥാ വ്യതിയാനമുള്ളത് കൊണ്ട് ഇനി കുംഭമാസ നിലാവ് എന്ന് പഴയ പോലെ പറയാൻ പറ്റില്ലല്ലോ. പണ്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു. അന്ന് അതൊക്കെ വീട്ടിലെ മുതിർന്നവരും നാട്ടിലെ കാരണവന്മാരും പറഞ്ഞു തീർക്കുമായിരുന്നു. അതുകൊണ്ടു തന്നെ വിവാഹമോചനങ്ങൾ വളരെ കുറവുമായിരുന്നു. വാക്കേറ്റം, സ്ത്രീധന ബാക്കി തുടങ്ങിയ വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾക്കായിരുന്നു അന്നത്തെ വാൾപ്പയറ്റ്. എന്നാൽ ഇന്നോ? എന്തിനാണ് പിണങ്ങിയതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പോലും ആണിനും പെണ്ണിനും പറ്റില്ല. കാരണമുണ്ടായിട്ട് പിണങ്ങുകയാണോ അതോ പിണങ്ങിയിട്ട് പിന്നെ കാരണമുണ്ടാക്കുകയാണോ എന്ന് വരെ ചില കേസുകൾ കാണുമ്പോൾ തോന്നാറുണ്ട്. ഈയിടെ എന്നെ ഫോണിൽ വിളിച്ച ഒരു പെൺകുട്ടി വിവാഹമോചനത്തിനുള്ള കാരണം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഭർത്താവ് അവളുടെ മൊബൈൽ ഫോൺ തുറന്നു നോക്കുന്നു. നോക്കണേ, വിവര സാങ്കേതിക വിദ്യയും വിവാഹമോചന കേസിൽ സാക്ഷിയായത് ഭാര്യയും ഭർത്താവുമാണോ? പിണങ്ങിയിരിക്കും. അത് പകൽ പോലെ സത്യം. അതുകൊണ്ടല്ലേ ചട്ടിയും കലവുമല്ലേ തട്ടിയും മുട്ടിയും ഇരിക്കും എന്ന അടിപൊളി ഒരു ഉപമ പണ്ടുള്ളവർ നമുക്ക് തന്നേച്ചു പോയത്. എങ്കിലും ദമ്പതിമാർ തമ്മിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറെയും ഈ കാലഘട്ടത്തിന്റെ സൃഷ്ടിയും സംഭാവനയുമാണ്. അവയൊക്കെ അക്കമിട്ടെണ്ണുന്നത് അറബിക്കടലിലെ തിര എണ്ണുന്നത് പോലെയായിരിക്കും. പക്ഷെ ഒന്നുറപ്പാണ്, പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ, അത് വിട്ടുവീഴ്ച ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല. തുടങ്ങിയത് സിനിമയിലായതുകൊണ്ട് അതിന്റെ അവസാനവും സിനിമയിലാവട്ടെ, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇണക്കവും പിണക്കവും എത്ര അർത്ഥശൂന്യവും നൈമിഷികവുമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ഈ സിനിമാ സീൻ എമ്പാടും മതി. പേര് മറന്നുപോയ ഒരു പഴയ മലയാള സിനിമയിൽ നിന്നുള്ളതാണ് കഥാസന്ദർഭം. ഭാര്യയും ഭർത്താവും
തങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായ ഒരു യുവ ദമ്പതികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്നു. അവരുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം രമ്യമായി പരിഹരിച്ച് തിരിച്ചു പോരുന്നു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. വീട്ടിൽ തിരിച്ചെത്തിയ അവർ ഒന്നും രണ്ടും പറഞ്ഞ് ഊക്കൻ വഴക്ക്. ഒടുവിൽ അവർ ബന്ധം പിരിയാൻ തീരുമാനിക്കുന്നു. അപ്പോളതാ അതിലും വലിയൊരു ട്വിസ്റ്റ്. ബന്ധം പിരിയാൻ തീരുമാനിച്ച അവർ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ വീണ്ടും ഒന്നാവുന്നു. ഇത് കഥയല്ല, ജീവിതം തന്നെ.